ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ബിസി ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ ഹോളിഡേ ഒക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് അൽമാസിലാണ് ഇപ്പോൾ ഉള്ളത്, കോട്ടക്കൽ. അമ്മോന് സുഖമില്ലായിട്ട് അമ്മോനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ അമ്മോൻ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെ ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് പൊന്നുമോളെ ഹോസ്റ്റലും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ്. നടന്നു പോയാൽ മതി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകണം. ഞാനും എൻ്റെ എളാമുണ്ട്, പെണ്ണുമ്മ, എപ്പോഴും പറയണ പെണ്ണുമ്മ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ നടന്നു പോയാൽ ഹോസ്റ്റലിൽ എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നടന്നു പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ പോണത് കേട്ടോ. ആമ്പൽപ്പാടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു നീല കോഴി കേട്ടോ. ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ കോഴിനെ. അപ്പോൾ നീല കോഴി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു എന്താണ് സൂമൊക്കെ ചെയ്ത, പക്ഷെ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട്. എന്താണ് നമ്മൾ ഈ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെയല്ല അവിടെ കാണുന്നുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ, നീല കോഴികളൊക്കെ കാണാൻ. പിന്നെ ഇതിൽ മീനുണ്ട്, മീനൊക്കെ പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാം. പക്ഷെ മീനൊന്നും കിട്ടണത് ഞങ്ങൾ കണ്ടില്ല. മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, നല്ല മീനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഹോസ്റ്റൽ പഞ്ചസാര ഇട്ടോ. ഉറുമ്പാവോ? അവര് ഞങ്ങൾക്ക് എന്താണ് ടാങ്ക് കലക്കി തരാനിട്ട്. ഞങ്ങൾ പിന്നെ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേണ്ട പറയില്ല. ആദ്യം ഞങ്ങൾക്ക് വിരുന്നുകാർക്ക് കലക്കി തരല്ലേ, എന്താ പറയാ, തണുപ്പൊന്നുമില്ല, സാധാ വെള്ളത്തിലാണ്. അപ്പൊ അവരെ ഇഷ്ടത്തിന് ചെയ്തു തരല്ലേ. അപ്പൊ ഞങ്ങൾ വേണ്ടാന്നൊന്നും പറയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതാ വെള്ളമൊക്കെ കലക്കി തന്ന് ഞങ്ങള് കുറച്ച് കുടിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോ വീണ്ടും പൊന്നുമോളി ഞങ്ങളെ കൂടെ പോരാണ് കേട്ടോ. അവൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണം, ചെറുതാക്കാനെ കാണണം എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഞങ്ങള് കൂടെ പോരണം. അപ്പൊ ആ സ്ഥലത്ത് അപ്പം നിറയെ കുട്ടികളും എല്ലാവരും ഇങ്ങനെ മീൻ പിടിക്കാനും വർത്താനം പറയാനൊക്കെ ആയിട്ട് അങ്ങനെ നിന്നിട്ടോ. പിന്നെ ഞങ്ങള് എന്താണ് ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുകയാണ് ചെറുതാക്കാൻ. അപ്പൊ ഞാൻ പോയി ഒരാൾക്ക് കയറി കാണാൻ, അപ്പൊ ഞാൻ പോയി കയറി കണ്ടിട്ടോ. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങള് പോവാണ് കേട്ടോ. അപ്പൊ മക്കള് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോരുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ചായ കുടിക്കാറുണ്ട്, എന്തായാലും ചെറിയ രീതിയിൽ കുടിക്കാറുണ്ട്. ഞങ്ങൾ പോകുന്നു കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ അമ്മോന് വന്നിട്ടോ. അപ്പോൾ അമ്മോനും ചായ വാങ്ങിക്കൊടുത്തു. കടിയൊന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 കട്ട്ലേറ്റൊക്കെ എടുത്ത്, പൊന്നുമോളും കടി വേണ്ട പറഞ്ഞു. ഓളെന്ത് നാരങ്ങാ അവിടെ അങ്ങനെ എന്തെന്ന് കുടിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചെറിയ ലഘുവായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ പൊന്നുമോക്ക് എന്താ പറയുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് പൊന്നുമോളെ പറഞ്ഞയച്ചു. ഒരു ഓട്ടോയിൽ പറഞ്ഞയച്ചിട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ അവിടുന്ന് പിന്നെ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഓട്ടോയിൽ പറഞ്ഞയച്ചിട്ടോ. അപ്പോൾ തന്നെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചും ചെയ്തിട്ടോ. പിന്നെ പെണ്ണുമ്മയും മാളും അൽമാസക്കും പോയി. ഞാൻ വീട്ടിലേക്കും പോകുന്നു കേട്ടോ. മഞ്ചേരിക്ക് കയറിയ ബസ് കിട്ടൂല എന്ന് അറിയണത് കൊണ്ട് മഞ്ചേരി ബസ് കയറിയിട്ട് മലപ്പുറത്ത് ഇറങ്ങിയേക്കാണ് കേട്ടോ. പിന്നെ കോഴിക്കോട് ബസ് കയറി അങ്ങനെയാണ് വീട്ടിലെത്തിയത് കേട്ടോ. നേരെ 9 മണി ആയി വീട്ടിലെത്തിയപ്പോൾ. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അൽഹംദുലില്ലാ.